കുട്ടികളുടെ പരിപാടികൾ ഇടയ്ക്ക് ഒരു മാറ്റത്തിന് വേണ്ടി ഒരു മാജിക് ഒറ്റ ഐറ്റം മാത്രമേ ഉള്ളൂ. ഈ മാജിക്കിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഫ്രണ്ടിലിരിക്കുന്നവർക്ക് മാത്രമേ ഇത് ആസ്വദിക്കാൻ പറ്റുള്ളൂ. ബാക്കിലിരിക്കുന്നവർക്കോ ഒളിഞ്ഞു നോക്കുന്നവർക്കോ അത് മാജിക്കിൻ്റെ ഒരു ഔട്ട്കം കിട്ടില്ല. അതുകൊണ്ട് ഫ്രണ്ടിലിരിക്കുന്നവർക്ക് മാജിക്കായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് അത്ഭുതം തോന്നുന്നുണ്ടെങ്കിൽ മാത്രം ഒന്ന് കൈയടിക്കുക. അതിനുവേണ്ടി ആദ്യം നമുക്ക് ആവശ്യമുള്ളത് ഒരു പേപ്പറിൻ്റെ കഷ്ണം, ഒരു തീപ്പെട്ടിയാണ്. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാവുന്ന കാര്യങ്ങളാണ്. വീട്ടമ്മമാർക്ക് കുട്ടികളുടെ ക്ലാസ്സൊക്കെ കഴിഞ്ഞാണ് എഴുതിയ നോട്ട് ബുക്കുകൾ ഉണ്ടായിരിക്കും, അതിൻ്റെ ബാക്കി പേജുകൾ ഉണ്ടായിരിക്കും. അതൊക്കെ നമ്മൾ ഈ കടല കച്ചവടത്തിനും അല്ലെങ്കിൽ ആക്രിക്കടലിലൊക്കെ കൊണ്ടു കൊടുക്കാതെ അത് മാക്സിമം നല്ല ഒരു പ്രോഡക്റ്റ് ആയിട്ടുള്ള ഔട്ട്കം ഉണ്ടാക്കാൻ പറ്റും. പറ്റുകയാണെങ്കിൽ എല്ലാ വീട്ടമ്മമാരും ഇത് കൈകാര്യം ചെയ്യുക. കുട്ടികൾ മാത്രം ഇത് അനുകരിക്കരുത്. 15 വയസ്സിന് താഴെയുള്ള കുട്ടികൾ അനുകരിക്കരുത്. അവരമ്മമാരോട് ചോദിച്ചിട്ട് അമ്മമാർ ചെയ്തിട്ട് വിജയിച്ചാൽ മാത്രം കുട്ടികൾ ചെയ്യുക. എൻ്റെ കയ്യിൽ ഒരു തീപ്പെട്ടി, ഒരു പേപ്പർ മാത്രമേ ഉള്ളൂ. നമ്മളെ ആ പഴംപൊരി പൊതിഞ്ഞ പേപ്പറാണ്. വേറെ അതിൽ പൊടികളോ ഒന്നുമില്ല. എൻ്റെ ഡ്രസ്സും തന്നെ സാധാരണ ഒരാളുടെ ഡ്രസ്സാണ്. എൻ്റെ കയ്യിൽ യാതൊരു സാധനങ്ങളില്ല. അതും കാണാവുന്നതാണ് അല്ലേ? നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, കുട്ടികൾ ശ്രദ്ധിക്കേണ്ടത്, സാധാരണ ഒരു പേപ്പർ കത്തുമ്പോൾ അതിൻ്റെ ഫ്ലെയിമിന് ഒരു കളർ ഉണ്ടായിരിക്കും. ആ ഫ്ലെയിമിൻ്റെ കളറ് ചേഞ്ച് ചെയ്യുന്നുണ്ടോ നോക്കുക. വീട്ടമ്മമാർ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതെങ്ങനെ നിങ്ങളെ വീട്ടിലുള്ള ഇതുപോലെ പേപ്പർ കഷ്ണങ്ങൾ ഞാൻ ഉണ്ടാക്കുന്ന പ്രോഡക്റ്റായിട്ട് മാറ്റാം, അതെങ്ങനെ നിങ്ങളുടെ ജീവിതത്തിൽ വിജയം കൈവരിക്കാൻ നോക്കുക. നിങ്ങൾ നല്ല പ്രോഡക്റ്റായിട്ട് മാറിക്കൊണ്ടിരിക്കുമ്പോൾ ഒരിക്കലും നിങ്ങളുടെ ഭർത്താക്കന്മാരുടെ പാസ്പോർട്ടിൻ്റെ പേജോ അങ്ങനത്തെ ഒന്നും ഉപയോഗിച്ചുകൊണ്ട് ഈ മാജിക് ചെയ്യാൻ നിൽക്കരുത്. അതാദ്യം ഈ മാജിക് ഒരു വേസ്റ്റ് പേപ്പർ ഉപയോഗിച്ചുകൊണ്ട് നല്ല രീതിയിൽ പെർഫോം ചെയ്ത് വിജയിച്ചതിന് ശേഷം മാത്രമേ മറ്റുള്ള പേപ്പറുകളിലേക്ക് കടക്കാൻ പാടുള്ളൂ. ഓക്കെ? അപ്പോൾ ആദ്യം കുട്ടികളും എല്ലാവരും ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ ഫ്ലെയിമിൻ്റെ കളർ മാറുന്നത് മാത്രം നോക്കുക. ഒരു കാര്യമാണ് ഞാൻ പറയുന്നു, എൻ്റെ ഫ്രണ്ടിലുള്ളവർക്ക് മാത്രമേ ഇത് ആസ്വദിക്കാൻ പറ്റൂ. പിറകിലുള്ളവർക്കോ സൈഡിലുള്ളവർക്കോ പറ്റില്ല. പറ്റുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതിൻ്റെ മാജിക് അല്ലാന്ന് നിങ്ങൾക്ക് തോന്നുന്നെങ്കിലും ഉണ്ടായിരിക്കുക. മാജിക്കായിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ അത് ഒന്ന് കൈയടിക്കുക. അപ്പോൾ ഒരു സെക്കൻഡ് നിങ്ങളെല്ലാവരും എന്നെ ഒന്ന് ശ്രദ്ധിക്കുക. 8 സെക്കൻഡ് മതി. എല്ലാവരും ഒന്ന് എന്നെ ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ? ഇനി നിങ്ങളാരും ഈ മാജിക്കിലേക്ക് മാത്രം നോക്കുക. ചെയ്യുന്നത്, ഈ പേപ്പർ ഞാൻ കത്തിക്കാൻ പോവാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ പറ്റും. നല്ല ശ്രദ്ധിക്കണം. ശ്രദ്ധിച്ച് പരിശീലിച്ചതിന് ശേഷം മാത്രമേ ഭർത്താവിൻ്റെ പാസ്പോർട്ടിൻ്റെ പേജ് എല്ലാം കയറിക്കൊണ്ട് ഇതുപോലുള്ള മാജിക് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. എല്ലാവരും നല്ല രീതിയിൽ പഠിച്ചതിന് ശേഷം ഈ മാജിക് ചെയ്യാം. ഓക്കെ? ഇന്ത്യൻ കറൻസിയാണ് 2000 രൂപയുടെ. എല്ലാവർക്കും വീട്ടിൽ വെച്ച് തന്നെ ഉണ്ടാക്കാവുന്നതാണ്. ഓക്കെ? താങ്ക് യു. എന്തായാലും സൈഡിൽ നിന്ന് ഞങ്ങൾക്കും ഏറ്റവും മനോഹരമായിട്ട് കാണാൻ പറ്റി. സാറ് പോകരുത്, പേപ്പർ കത്തിച്ച് നോട്ട് ഉണ്ടാക്കാൻ പറ്റിയ നല്ല പരിപാടിയാണ്. കാരണം സാറ് പോകരുത്, ആ നമ്പറൊക്കെ തന്നിട്ട് പോകാവൂ. സാറിന് വേണ്ടിയിട്ട് നല്ല കൈയടി എല്ലാവരും. താങ്ക് യു പ്രിയപ്പെട്ടവരെ. അപ്പോൾ വീണ്ടും നമ്മൾ ഡാൻസ് പെർഫോമൻസിലേക്ക് കിടക്കുകയാണ്. സഞ്ജു അവതരിപ്പിക്കുന്ന ഒരു സിനി സ്റ്റൈൽ ഡാൻസ് ആണ്. ഡാൻസ് അല്ല, മാറി